നമുക്ക് ഇന്നിവിടെ കോക്കനട്ട് മിൽക്ക് ബോൾസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് മിൽക്ക് മെയ്ഡ് 1/2 കപ്പ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1.5 കപ്പ് വേണം. അതിൽ 1 കപ്പും 1/2 കപ്പ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ബദാം 12 എണ്ണം. ഇനി നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിൽക്ക് മെയ്ഡിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. അതിന് ആദ്യമായിട്ട് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഈ മിൽക്ക് മെയ്ഡിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ആൽമണ്ട് അകത്തേക്ക് വെക്കുക. എന്നിട്ട് ഇത് മൂടി ഉരുട്ടി ബോൾസായിട്ട് എടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ബോൾസായിട്ട് എടുക്കുക. ഇത് ഇനി നമ്മൾ അല്പം തേങ്ങ, വേറെ കുറച്ച് തേങ്ങ പാത്രത്തിലെടുത്തിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ബോൾസ് ആയിട്ട് കിട്ടും. ഇനി ഇത് ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഇങ്ങനെയെല്ലാം ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അടുത്തത് ഉരുട്ടുന്നു. ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ആൽമണ്ട് വെച്ചിട്ട് മടക്കി ബോൾസാക്കി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇതിലൊന്ന് റോൾ ചെയ്തിട്ട് കണ്ടോ, ഇതുപോലെ റോൾ ചെയ്തിട്ട് വയ്ക്കുന്നു. അങ്ങനെ ഞാൻ ഓരോ ബോൾസായി ഉരുട്ടിയെടുത്തതാണിത്. ഇതിനി നമുക്ക് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോക്കനട്ട് മിൽക്ക് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കുമ്പോൾ അങ്ങ് കട്ടിയാവും. കണ്ടോ, നല്ല കോക്കനട്ടിന്റെ ടേസ്റ്റും മിൽക്ക് മെയ്ഡിന്റെ ടേസ്റ്റും ഒക്കെ കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അതിനുള്ളിൽ ബദാമും കൂടി ആകുമ്പോൾ നല്ല ക്രഞ്ചി ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.